നമ്മൾ സംസാരിക്കാൻ പോണത് ഇനി ട്രെൻഡിങ് ആവാൻ പോണ സിനിമയെ പറ്റിയാണ്. ദാറ്റ് ഇസ് ഭരതനാട്യം ടു മോഹിനിയാട്ടം. ഈ ഒരു സിനിമ കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഡയറക്ടർ കൃഷ്ണദാസ് മുരളി ചുമ്മാ ഫ്ലോപ്പ് വാങ്ങി തിരിച്ചു പോകാൻ വേണ്ടി വന്നതല്ല. ഒരു ഹിറ്റ് കണ്ട് തന്നെ, ഒരു ഹിറ്റ് മണത്ത് തന്നെ ഇറക്കി വിട്ട ഒരു ഐറ്റം ആണ് ഈ സിനിമയെന്ന്. ഈ ഒരു സിനിമയുടെ ഒരു മെയിൻ പോയിന്റ് ഉണ്ട്. ഫസ്റ്റ് ഹാഫിൽ ഒരു 10-20 മിനിറ്റ് തന്നെ ഒരു മെയിൻ പോയിന്റ് ഉണ്ട്. അവിടെ വെച്ച് എഴുതി കാണിക്കും. റിട്ടൺ ആൻഡ് ഡയറക്ടർ ബൈ കൃഷ്ണദാസ് മുരളി. അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതൊരു തരത്തിൽ നോക്കിയ മാസാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഭരതനാട്യം 1 ഇതിന്റെ പ്രീക്വൽ ഒരു തിയേറ്റർ ഫ്ലോപ്പ് ആയിരുന്നു. പിന്നീട് അത് OTT വന്നതിന് ശേഷം മികച്ച അഭിപ്രായങ്ങൾക്ക് ശേഷം ഒരു സൂപ്പർ ഹിറ്റ് ആയ സിനിമയായിരുന്നു. ആൻഡ് ഞാൻ പോലും ആ ഒരു ഫസ്റ്റ് പാർട്ട് തിയേറ്ററിൽ മിസ്സായതാണ്. അതുകൊണ്ട് ആ ഒരു കുറ്റബോധം എല്ലാം കൂടിയാണ് ഈ സിനിമ സെക്കൻഡ് പാർട്ട് ഭയങ്കര പ്രോമിസിംഗ് ആയിട്ട് ഫീൽ ചെയ്തുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേ തന്നെ ഈ സിനിമ കാണാൻ കയറി. ആൻഡ് ഞാൻ പറയാണ്, ദിസ് മൂവി ഈസ് വെരി എന്റർടൈനിങ്, വെരി വെരി എന്റർടൈനിങ്. 2.5 മണിക്കൂർ കേടന്നിരുന്ന് ചിരിച്ച് എൻജോയ് ചെയ്യാം. ഫസ്റ്റ് പാർട്ട് ഒരു ഫാമിലി ഫീൽ ഗുഡ് ഫൺ എന്റർടൈനർ ആയിരുന്നെങ്കിൽ സെക്കൻഡ് പാർട്ട് ഒരു മിസ്റ്ററി കോമഡി, ഒരു ഡാർക്ക് ഹ്യൂമർ എലമെന്റ് ഒക്കെ വെച്ചൊരു എന്റർടൈനർ ആണ്. എനിക്ക് ആ ഒരു മിസ്റ്ററി എലമെന്റിനെ പറ്റി നിങ്ങളോടൊക്കെ പറയണമെന്നുണ്ട്, പക്ഷെ അത് പറയാൻ പറ്റില്ല. അത് പറഞ്ഞ ആ ഒരു ഫൺ അങ്ങ് പോവാണ്. ഫസ്റ്റ് പാർട്ടിനെ പോലെ ഭയങ്കര സമയം എടുത്തല്ല കഥ പറഞ്ഞിരിക്കുന്നത്. ഒരു 10-15 മിനിറ്റ് തന്നെ സംഭവം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. പിന്നീട് ആ ഒരു മിസ്റ്ററി എലമെന്റ് ഉണ്ടല്ലോ, അതാണ് ഈ സിനിമയുടെ ക്ലൈമാക്സ് വരെ കൊണ്ടുപോകുന്നത്. അത് എന്ത് രസമായിട്ട് എക്സിക്യൂട്ട് എഴുതിയിരിക്കുന്നത് കൃഷ്ണദാസ് മുരളിയും വിഷ്ണു ആർ പ്രദീപാണ്. 2 പേരും കൂടെ ഒരു കേടിലൻ സ്ക്രിപ്റ്റ് ആണ് ചെയ്തിരിക്കുന്നത്. അത് വളരെ മനോഹരമായിട്ട് തന്നെ കൃഷ്ണദാസ് മുരളി എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പെർഫോമൻസസും എല്ലായിടത്തും നമുക്കൊരു പുതുമയാണ് ഫീൽ ചെയ്യണത്. വെരി എന്റർടൈനിങ്, അതേപോലെ ഒരു ഫ്രഷ് കണ്ടന്റ് ആണ്. ഇത്തരത്തിലുള്ളൊരു മിസ്റ്ററി കോമഡി സിനിമ അത് ഈ മലയാളം ഓഡിയൻസിന് തന്നെ പുതുമയായിരിക്കും. എനിക്ക് തന്നെ പേഴ്സണലി ഭയങ്കര പുതുമയായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്ന സിനിമ കണ്ടിരിക്കാൻ. ഫസ്റ്റ് ഹാഫ് മോസ്റ്റ്ലി ഒരു ബിൽഡപ്പ് ആണ്. സെക്കൻഡ് ഹാഫ് ഇല്ലേ വേറെ ലെവലാണ്. അങ്ങ് തീപ്പന്തല പോലെ അങ്ങ് പറത്തി കിടന്ന പോലെ സെക്കൻഡ് ഹാഫിന്റെ ഒരു പോക്ക്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, ഡോണ്ട് മിസ് ദിസ് മൂവി ഇൻ തിയേറ്റേഴ്സ്. നല്ല പാക്ഡ് ഓഡിയൻസ് ആയിട്ട് എൻജോയ് ചെയ്ത ഫണ്ണായിട്ട് കണ്ട സിനിമയാണ്. കിടന്ന് ചിരിക്കാനുള്ള സംഭവങ്ങളുടെ സിനിമയിൽ കിടിലൻ കോമഡി, നല്ല സിറ്റുവേഷൻ കോമഡീസ്, അതേപോലെ നല്ല ഫൺ ഫാമിലി മൊമെന്റ്സ്, അതേപോലെ നല്ല സർപ്രൈസുകൾ എല്ലാം അടങ്ങിയ ഒരു ഫൺ ഫിൽ ഫാമിലി മിസ്റ്ററി കോമഡി എന്റർടൈനർ ആണ് ഈ ഒരു സിനിമ. അതുകൊണ്ട് തന്നെ ഈ പടം ഒരിക്കലും തിയേറ്ററിൽ മിസ് ചെയ്യരുതെന്നേ പറയുള്ളൂ. പിന്നെ അതേപോലെ എനിക്ക് വേറൊരു സംഭവം പറയണമെന്നുണ്ട്. ഫസ്റ്റ് പാർട്ട് മിസ് ചെയ്യാതെ സെക്കൻഡ് പാർട്ടും കാണണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഫസ്റ്റ് പാർട്ട് ഇപ്പൊ കാണാൻ സമയമില്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് കണ്ടാലും കുഴപ്പമില്ല. നിങ്ങൾ അങ്ങനെ ഇത് എന്തുകൊണ്ട് സെക്കൻഡ് പാർട്ടിൽ ഫസ്റ്റ് പാർട്ടിന്റെ ഒരു സംഭവം അല്ലെ കഥ വിഷ്വലി അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് വലിയൊരു മിസ്സിംഗ് ആയിട്ട് ഫീൽ ചെയ്യില്ല. ആൻഡ് സെക്കൻഡ് പാർട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാലും ഞാൻ പറയാണ്, ഫസ്റ്റ് പാർട്ട് കാണാൻ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ അത് പ്രൈം വീഡിയോയിൽ അവൈലബിൾ ആണ്. അത് കണ്ടിട്ട് സെക്കൻഡ് പാർട്ട് കാണുക. ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആ ഫാമിലിയുടെ കണക്ഷൻ ആവും. നമുക്ക് ആ ഒരു ഫാമിലിയുടെ ആ ഒരു ഭംഗിയൊക്കെ നമുക്ക് പേഴ്സണലി ഇത് ഫീൽ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, എന്ത് വന്നാലും ഇഷ്ടപ്പെടും ഈ സിനിമ സെക്കൻഡ് പാർട്ട് മാത്രമായിട്ട് കാണാൻ പോയാലും. പിന്നെ ആ ഒരു കുടുംബം, ആ ഒരു കുടുംബത്തിനെ ചുറ്റിപ്പറ്റിയാണല്ലോ ഈ ഹോൾ സിനിമ. അതിൻ്റെ ആ ഒരു കുടുംബം വളരെ രസമായിരുന്നു. എനിക്ക് വേറൊരു ആഗ്രഹം, അവരെ പറ്റി, ഈ ഒരു കുടുംബത്തെ പറ്റി നല്ലൊരു കഥ കിട്ടിയ ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതിൽ ഈ ഒരു സിനിമയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ചില ആക്ടേഴ്സ് ഉണ്ട്, അവരെ നമ്മൾ കുറേ സിനിമകളിൽ കുറേ കാലങ്ങളായിട്ട് കണ്ടിട്ടുണ്ടാവും. പക്ഷെ അവര് എപ്പോഴും ഒരു ക്യാമിയോ ആയിട്ട് കൊച്ചു വേഷങ്ങളൊക്കെ ചെയ്തിട്ട് പോകുന്നവരാ. പക്ഷെ അവർക്കൊരു വലിയൊരു റോള് കിട്ടിയാലോ അവരങ്ങ് അടിച്ച് പൊളിക്കുക. അതേപോലെ ഇതിനകത്ത് കുറെ ഗംഭീര ആക്ടേഴ്സ് ഉണ്ട്. എസ്പെഷ്യലി ഞാൻ പറയുവാണെങ്കിൽ നന്ദു പൊതുവാൾ. നമ്മൾ എത്രയോ സിനിമകൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതിനകത്ത് ഒരു കിടിലൻ ക്യാരക്ടറാണ്. ആ കസറുമായിരുന്നു നന്ദു പൊതുവാൾ. അതേപോലെ അഭിരാം രാധാകൃഷ്ണൻ, ജിവിൻ റക്സ, ബേബി ജീൻ ഇതിനകത്ത് ഫസ്റ്റ് ഹാഫിൽ എനിക്കൊരു ചെറിയൊരു അത്രയൊരു സുഖക്കേട് തോന്നിയിരിക്കുന്നു. സെക്കൻഡ് ഹാഫിൽ അങ്ങ് കയറി കസറുമായിരുന്നു. എന്ത് കിടിലായിട്ടാണ് ആ ഒരു കുത്തിരിപ്പ് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ഭയങ്കര രസമായിരുന്നു. വായറ നമുക്ക് അപ്പൊ തന്നെ ചിരി വരും. അത്ര അടിപൊളിയായിട്ട് ആ ഒരു ക്യാരക്ടറിനെ ബേബി ജീൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മുടെ ജഗദീഷ് ഏട്ടൻ, അതേപോലെ സുരാജ് ഏട്ടൻ പിന്നെ അറിയാലോ, കിട്ടുന്ന ഏത് റോളും ഏറ്റവും പെർഫെക്ഷനിൽ ചെയ്യാനേ നോക്കുകയുള്ളൂ. അതേപോലെ തന്നെ ഇതിനകത്ത് ആ ഒരു ചെറിയൊരു ആന്റഗോണിസ്റ്റ്, ഒരു മെയിൻ ആന്റഗോണിസ്റ്റ് ക്യാരക്ടറാണ്. സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് ഇതിന് ചെയ്തിട്ടുണ്ട്. പിന്നെ ദിവ്യ എം നായർ ഉണ്ട്, വിജയ് ബാബു, സൈജു കുറുപ്പിന്റെ 150ാമത്തെ സിനിമയാണ്. എത്രയോ കാലങ്ങളാണ് എത്രയോ വേഷങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇനിയും നല്ല നല്ല വേഷങ്ങൾ ചെയ്യട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുന്നു. ഇതിനകത്തും ആ ഒരു കിട്ടിയ ക്യാരക്ടർ നല്ല ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതേപോലെ ശ്രീജ രവി, ശ്രുതി സുരേഷ്, ജിബിൻ ഗോപിനാഥ്, വിനയ് ഫോട്ടോ കിടിലായിരുന്നു.
സെക്കൻഡ് ഹാഫിൽ അവസാനത്തെ ഒരു 10 മണിക്കൂറിലാണ് വരുന്നത്. ആ ഒരു നിമിഷങ്ങളൊക്കെ സൂപ്പർ ആയിരുന്നു. വിനയ് ഫോർട്ട്, കലാരഞ്ജിനി എന്ത് രസമായിരുന്നു. അങ്ങനെ ഒരുപാട് ഒരു എൻസംബിൾ കാസ്റ്റ് ആണ് ഈ സിനിമയിൽ. എല്ലാവരും അഴിഞ്ഞാട്ടം തന്നെ കാണാം. പിന്നെ ഇതിന്റെ മ്യൂസിക്, ഇതിന്റെ വിഷ്വൽസ്, ഇതിന്റെ എഡിറ്റിംഗ് എല്ലാം ഒന്നിനൊന്ന് കേമം. പിന്നെ എനിക്ക് ആകെ സിനിമയിൽ പോരായ്മ ഫീൽ ചെയ്ത സിനിമയുടെ ക്ലൈമാക്സിൽ എത്തിയപ്പോൾ ആ ഒരു കംപ്ലീഷൻ ഫീൽ ചെയ്തില്ല. ആ ഒരു മിസ്റ്ററി എലമെന്റ് ഞാൻ പറഞ്ഞല്ലോ, മിസ്റ്ററി എലമെന്റ് അവർ അവസാനം കൊണ്ട് എത്തിച്ച സ്ഥലം കുറച്ചും കൂടെ അവർക്ക് ഒരു പവർഫുൾ സംഭവം ചെയ്യായിരുന്നു, അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടെ എനിക്കൊരു മിസ്സിങ് എലമെന്റ് ആണ്, ഒരു മിസ്സിങ് സംഭവമാണ് അവിടെ തോന്നിയത്. ഫസ്റ്റ് പാർട്ട് കണ്ടപ്പോൾ ഒരു കംപ്ലീറ്റ്ലി ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്തായിരുന്നെങ്കിൽ സെക്കൻഡ് പാർട്ടിന്റെ ആ ഒരു എൻഡിങ്ങിന്റെ അവരെ കൺക്ലൂഡ് ചെയ്ത രീതി മാത്രം കുറച്ചൊരു മിസ്സിങ് തോന്നി. പക്ഷെ അതല്ലാണ്ട് നോക്കിക്കഴിഞ്ഞാൽ പോലും ഈ സിനിമ ഒരു കീടിക്കാച്ചി എന്റർടൈനർ ആണ്. തിയേറ്റർ തന്നെ നിങ്ങൾക്ക് ഞാൻ വാക്ക് വരാണ്, നോ വൺ വിൽ ബി ഡിസപ്പോയിന്റഡ്. സോ പ്ലീസ് ഗോ ആൻഡ് വാച്ച് ദിസ് മൂവി ഇൻ ദ തിയേറ്റേഴ്സ്. ഇരുന്ന് ചിരിക്കും, അത്രയും ഇരുന്ന് ചിരിക്കാനുള്ളൊരു വക ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ അവർ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഹാഫ് ചെറിയൊരു ബിൽഡപ്പ് ആണ്. ഏതായാലും കാണുക, കണ്ടിട്ട് അഭിപ്രായം പറയുക. ഫോർ മോർ റിവ്യൂസ് പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അബി റിവീൽസ്.